പങ്കാളിയെ കൊണ്ട് വല്ലാതെ പൊറുതുമുട്ടുന്ന ആളാണോ നിങ്ങൾ? പങ്കാളിയുമായുള്ള സംഭാഷണങ്ങളിൽ അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടോ? ജോലിയുടെ സ്ട്രെസ്സ് ജോലിസ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളാണോ നിങ്ങൾ? ഉമ്മറത്ത് വന്ന് കൈയും കാലുമൊക്കെ ഒന്ന് കഴുകി അകത്ത് പ്രവേശിക്കണം. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വാതിൽ പടി വരെ മാത്രം. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് പറയാമോ? ജോലിയും ദാമ്പത്യ ജീവിതവും, വർക്ക് ലൈഫ് ബാലൻസ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് അർത്ഥമാക്കുന്നത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ടെൻഷനും സ്ട്രെസ്സുമൊക്കെ വീട്ടിലോട്ട് വേണ്ട, വാതിൽ വരെ മതി, ഉമ്മറത്ത് വരെ മതി എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ആഭിചാരക്രിയകൾ ചെയ്യുന്ന കാര്യമാണോ എന്ന് തോന്നും. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ എക്സിക്യൂട്ടീവാണ് രവി. എല്ലാ ദിവസവും എക്സിക്യൂട്ടീവ് ഡ്രസ്സൊക്കെ ഇട്ട് അദ്ദേഹം ജോലിക്ക് പോകുന്നു. ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരിക്കുന്നു, ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നു, ഫോൺ വിളിക്കുന്നു, മറ്റ് ഓഫീസിലെ മെയിൽ അയക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയായി സമയം ചെലവഴിക്കുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിയയുടെ വാക്കുകൾ ഒരു സന്നിഗ്ധാവസ്ഥ ഉണ്ടാക്കി. രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, കുട്ടിയുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നില്ല, എൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നില്ല. എന്തൊരു ജീവിതം! വല്ലാതെ മടുത്തു. ജോലിയുടെ തിരക്കും കുടുംബവും വിജയകരമായി കൈകാര്യം ചെയ്യുന്ന ദമ്പതികൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വീടിൻ്റെ ഉമ്മറത്ത് വെച്ചിട്ട് അകത്തേക്ക് പ്രവേശിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ എത്രമേൽ അത് സാധ്യമാണ് എന്നുള്ളതാണ് ചോദ്യം. പഠനങ്ങൾ പറയുന്നത് ജോലിസ്ഥലത്തെ സ്ട്രെസ്സ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ്. അത് ക്വാളിറ്റി ടൈം പങ്കാളിക്ക് കൊടുക്കുന്നത് കുറയ്ക്കുന്നു, വഴക്കിലേക്കും വാഗ്വാദങ്ങളിലേക്കും നയിക്കുന്നു. സാവധാനം അത് അകൽച്ചയുടെ വിടവ് കൂട്ടുന്നു. അംഗീകരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ജോലി അത്യാവശ്യമാണ്, സ്ട്രെസ്സ് ജോലിയുടെ ഭാഗമാണ്, സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റുന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്നത് ഒന്ന് മാത്രമാണ്: സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക. ജോലിയുടെ സ്ട്രെസ്സ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നറിയാൻ ഒന്ന് ശ്രമിച്ചാലോ? കുടുംബത്തിന് കൊടുക്കേണ്ട പ്രയോറിറ്റി ടൈം അത് കൊടുക്കാത്ത ആളാണോ നിങ്ങൾ? പങ്കാളിയുമായുള്ള സംഭാഷണങ്ങളിൽ അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടോ? വിവാഹ ജീവിതവും ജോലിയും ബാലൻസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. ഒന്നാമതായി, സെറ്റ് ബൗണ്ടറീസ്. ജോലി സമയവും വ്യക്തിപരമായ കാര്യങ്ങൾക്കുള്ള സമയവും അതിന് വ്യക്തമായ അതിർത്തി ഉണ്ടാകണം, അതിർവരമ്പുകളുണ്ടാവണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഇമെയിൽ ചെക്ക് ചെയ്യുന്ന രീതി തീർച്ചയായും മാറ്റിയേ പറ്റൂ. രണ്ടാമതായി, പ്രയോറിറ്റൈസ് ക്വാളിറ്റി ടൈം. സമയം ചെലവഴിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യത്തെ സ്ഥാനം കൊടുക്കുക. 3, മാനേജ് സ്ട്രെസ് ടുഗദർ. വ്യായാമമോ നടത്തമോ മെഡിറ്റേഷനോ എന്തു തന്നെ ആയാലും സ്ട്രെസ് റിലീഫിന് വേണ്ടിയുള്ള ഈ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുക. 4, കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി. കാര്യങ്ങൾ തുറന്നു പറയുന്നത് സ്ട്രെസ് റിലീഫിനും വർക്ക് ലൈഫ് ബാലൻസിനും അങ്ങേയറ്റം സഹായിക്കും. 5, സപ്പോർട്ട് ഈച്ച് അതേഴ്സ് കരിയർ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണം, സഹായം അതൊക്കെ പരമാവധി കൊടുക്കുക. വിജയകരമായ ദാമ്പത്യ ജീവിതത്തിനർത്ഥം വർക്ക് സ്ട്രെസ് ഇല്ല എന്നല്ല, ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദം ഇല്ല എന്നല്ല, മറിച്ച് അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ജോലിയും ദാമ്പത്യ ജീവിതവും രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ വരുത്തുമ്പോൾ വലിയ വലിയ വ്യത്യാസങ്ങൾ നാളുകളിലുണ്ടാവും. ബാലൻസ് യുവർ വർക്ക്, നർച്ചർ യുവർ മാരേജ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം.